ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒരു 5000 ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. നമ്മുടെ ചാനൽ ഭയങ്കര റീച്ച് കുറവാടേ. നിങ്ങളൊക്കെ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് കമൻറ്റൊക്കെ ചെയ്തിട്ട് വേണം ഇതെന്നെ ഒന്ന് പൊക്കിക്കൊണ്ട് വരാൻ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗബ്രി മോൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ്. ഞാൻ ഈ കേസ് വിട്ടതാണ് ഗൈസ്, പക്ഷെ എന്നാലും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് പറയുന്നു, ബ്രോ ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു വീഡിയോ കൂടെ റിയാക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗബ്രി മോൻ ഏതോ ഒരു ന്യൂസ് 18 കേരളത്തിന് കൊടുത്തൊരു ഇൻ്റർവ്യൂ, ലേഡീസ് ബാൻഡോ, അവന് പറ്റിയ ബാൻഡാണ്. അതിനകത്ത് വന്ന ഒരു ഇൻ്റർവ്യൂ ആണ് ഗൈസ്. ഗബ്രി ജോസ് എന്ന നടനെയായിരുന്നോ ഞങ്ങൾ ബിഗ് ബോസിൽ കണ്ടത്, അല്ലെങ്കിൽ യഥാർത്ഥ ഗബ്രിയായിരുന്നു? ചേച്ചി ആദ്യം തന്നെ ഇവനായിട്ട് ഊക്കുവാണല്ലോ. അവരുദ്ദേശിച്ച സംഭവം എന്താണെന്ന് വെച്ചാൽ, നീ ശരിക്കും കോഴിയാണോ അതോ നീ കോഴിയായിട്ട് അഭിനയിച്ചാണോ എന്നാണ് അവർ ഉദ്ദേശിച്ചത്. മനസ്സിലായ? മറുപടി പറ. യഥാർത്ഥ ഗബ്രിയുടെ ചില ഭാവ വ്യത്യാസങ്ങളായിരിക്കാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നീ എന്തിനാണ് കൊഞ്ചിക്കൊഴിക്കുന്ന? എന്തിനാണ് ഭാവാഭിനയം ഗബ്രി കഴിഞ്ഞേ ഉള്ളു ബിഗ് ബോസ്. വേറെ ആരും ഉമ്മാതിരി ഭാവാഭിനയം അല്ലായിരുന്നു. നമ്മൾ കൂടുതൽ ചെയ്യുന്നതും നമ്മളായിട്ട് നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ്. അന്നേരം കാട്ടുകോഴി അത് തന്നെ, നീ സമ്മതിച്ചല്ലേ അന്നേരം? അപ്പോൾ എന്റെ ബേസിക് നേച്ചറായിട്ട് ഒരുപാട് സാമ്യതകളുള്ള ഒരു സംഭവമായിരിക്കും ബിഗ് ബോസിലൂടെ കണ്ടിട്ടുണ്ടാവാൻ സാധ്യത. ഉറപ്പിച്ച് ഗൈസ്, ഇവൻ അത് തന്നെ കാട്ടുകോഴി. ഞാൻ ഒരാൾ കാരണം പുറത്തായി എന്ന് പറഞ്ഞാൽ ഞാൻ അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം അങ്ങനെ ആരെങ്കിലും കാരണമാണ് ഞാൻ പുറത്തായതെങ്കിൽ ഓഡിയൻസ് കാരണം പുറത്താവണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇനി അത് നമ്മുടെ നെഞ്ചത്തോട്ടിട്ടാ, ഓഡിയൻസ് കാരണം പുറത്തായത്. നിന്റെ അവിടെ കുറുന്താളിപ്പ് സഹിക്കാൻ പറ്റാതാണ് ഓഡിയൻസ് നിന്നെ വെറുത്തത്. അതുകൊണ്ടാണ് നിനക്കാര് വോട്ട് ചെയ്യാതിരുന്നത്. അതുകൊണ്ടാണ് നീ പുറത്തായത്. നീ അവളോട് അതിനകത്ത് കടന്ന് കാണിച്ച ഗുണവധികാരത്തിന്റെ ഫലമായിട്ടാണ് മോനെ നീ ഔട്ടായത്. അത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കടാ. നിനക്ക് നേരം വെളുത്തില്ലേ ഇതുവരെ? ജാസ്മിൻ കാരണം പുറത്തായത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. എന്റെ തന്നെ എന്തെങ്കിലും തെറ്റ് ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്റെ കുറവുകൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. മേ ബി ഐ ഡിഡ്ന്റ് കണക്ട് വിത്ത് ദി ഓഡിയൻസ് ദാറ്റ് മച്ച്. ആളുകളായിട്ട് പ്രേക്ഷകരായിട്ട് ഒരുപാട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കണം. അത് പിന്നെ എങ്ങനെ കണക്ട് ആവും? നീ അവിടെ വേറെ കണക്ഷനിലായിരുന്നല്ലോ പരിപാടി മൊത്തം. അങ്ങനെ പിന്നെ ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ ഇവിടുത്തെ സമയം അവിടെ ഫുൾ ബിസി ആയിരുന്നു. രാവിലെ കണക്ഷൻ തുടങ്ങുന്നത്, രാത്രി കിടക്കുന്നതിനും വരെ കണക്ഷനോട് കണക്ഷൻ. അപ്പൊ പിന്നെ ബാക്കിയുള്ള എല്ലാം മറന്നു ഗൈസ്. അവിടെ ഒരു സദാചാര കണ്ണ് അവിടെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് എന്റെ പെർസ്പെക്റ്റീവ് ആണ്. ചിലപ്പോൾ ആളുകൾ പറയുന്നത് ശരിയായിരിക്കാം, ആളുകൾക്ക് തോന്നുന്നത് ശരിയായിരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവരോട് മാപ്പ് പറയാം. നിങ്ങൾ അൺകംഫർട്ടബിൾ ആക്കിയതിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. മാപ്പോ? ഗബ്രി മോനോ മാപ്പ് പറയുവാണോ? നീ 2 ദിവസം മുമ്പുള്ള ഇന്റർവ്യൂയിൽ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത്. കേരളത്തിലുള്ള ആൾക്കാർ മൊത്തം മഞ്ഞക്കണ്ണട വെച്ച് നോക്കുവാണെന്നാ? 100% ഞാൻ പറയാം. സദാചാര ബോധം എന്നുള്ളൊരു ആംഗിളിൽ കൂടെ മഞ്ഞ കണ്ണട വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതെല്ലാം മഞ്ഞയായിട്ട് കാണാൻ പറ്റുള്ളൂ. ഇതാണ് അവൻ പറഞ്ഞത്. ഇപ്പൊ എന്തേ ശരിക്കും കിട്ടിയെന്ന് തോന്നുന്നില്ല. ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഇവന് ശരിക്കും കിട്ടി കേട്ടോ. ഫുഡൊന്നും കഴിക്കുന്നില്ല. രാവിലെ എണീറ്റ് ഇൻസ്റ്റാഗ്രാമിൽ തെറിയാണെന്ന് തോന്നി അവൻ ഭക്ഷിക്കുന്നത്. അമ്മാതിരി കിട്ടി. അതുകൊണ്ടാണ് ഇപ്പൊ വന്ന് പരസ്യമായിട്ട് മാപ്പൊക്കെ പറയുന്നത്. എന്തായാലും കൊള്ളാം. എന്തു മോനെ ഗബ്രി, മുഖത്തൊരു വിളർച്ച, പഴയൊരു ഉഷാറൊന്നും കാണുന്നില്ല. പക്ഷെ എന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ ചെയ്തതിൽ എനിക്കൊരു തെറ്റ് തോന്നുന്നില്ല. ഞാൻ വളരെ സ്വാഭാവികമായിട്ട് എല്ലാവരുടെ അടുത്തും ഇതുപോലെ ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്. എന്റെ ലവ് ലാംഗ്വേജ് ടച്ച് ആണ്. പ്രിയപ്പെട്ട പെൺകുട്ടികളെ, ഇവന്റെ അടുത്തോട്ട് പോയില്ലെങ്കിൽ ഇവൻ കയറി പിടിച്ചു കളയും. അവന്റെ ലവ് ലാംഗ്വേജ് ടച്ചാണ്. എന്റെ പൊന്നു മോനെ, ഇപ്പൊ തൊട്ട് കഴിഞ്ഞ കേസാണ്. നീ അത് മനസ്സിലാക്കണം. നീ കാണുന്നവരെ ലവ് ലാംഗ്വേജ് ടച്ചാന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അകത്ത് കിടക്കും. ഇവനെന്തോടെ സീസൺ തെറ്റിയൊന്ന് കേരളത്തിൽ ജനിച്ചവൻ വല്ലതുമാണ്. ഇവനെ കണ്ട് അമേരിക്കയിലും കണ്ടൊക്കെ ജനിക്കേണ്ടവന്. അങ്കമാലി എപ്പോഴാടാ അമേരിക്ക ആയത്? ഞാനൊരാളെ ഹഗ് ചെയ്യുമ്പോഴോ ഒരാളെ കൈപിടിച്ചിരിക്കുമ്പോഴോ എനിക്ക് കിട്ടുന്ന ഫിസിക്കൽ കംഫർട്ടാണ്. അതിലൊരു സെക്ഷൽ എലമെന്റിനേക്കാൾ ഒരുപാട് ഉപരി മാനസികമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കംഫർട്ട് ഉണ്ട്. അതിനാണ് എനിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. ആ പറഞ്ഞതിനകത്ത് എവിടെയോ എന്തോ ഒരു പാളിച്ച പോലെ ഫീൽ ചെയ്യുന്നല്ലോ ഗൈസ്. സെക്ഷൽ എലമെന്റിനേക്കാളും ഉപരി. ആ ഉപരി എന്ന് പറയുമ്പോൾ അവിടെ ഒരു സെക്ഷൽ എലമെന്റ് ഇല്ലേ? അന്നേരം ചെറിയ തോതിലെങ്കിലും അവിടെ ഒരു സെക്ഷൽ എലമെന്റ് നീ കാണുന്നുണ്ട്. എന്തല്ലടാ മോനെ പറഞ്ഞതിന്റെ മീനിങ്? നമ്മുടെ കൊച്ചുകളില നീ ആ പറഞ്ഞ മാനസിക സുഖമാണേ ഈ സെക്ഷൽ എലമെന്റ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. മനസ്സിലായില്ലേ? അന്നേരം ഈ പരിപാടിയിലേക്ക് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മാനസിക സുഖം, അതാണ് നീ പറഞ്ഞത്. അന്നേരം നീ പറഞ്ഞതെല്ലാം ഒന്ന് തന്നെ. മനസ്സിലായ? എന്തെങ്കിലും വായിക്കാൻ തോന്നിയതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാതെ നിന്ന് കഴിഞ്ഞാൽ എടുത്ത് ഊക്കും നാട്ടുകാരെല്ലാം കൂടെ. ജാസ്മിന്റെ അടുത്ത് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, എന്താണെങ്കിലും എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും പുറത്ത് ഇറങ്ങുന്ന ദിവസം പുറത്ത് എത്ര നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്താണെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിന്റെ കൈ പിടിച്ച് നിന്റെ സൈഡിൽ നിൽക്കാൻ ഞാനുണ്ടാവും. ഉണ്ടാവണം, തീർച്ചയായിട്ടും ഉണ്ടാവണം. ജാസ്മിൻ ഇറങ്ങുമ്പോൾ ജാസ്മിനെ ചേർത്ത് പിടിക്കണം. കാര്യം എന്ന് വെച്ചാൽ രണ്ടുകൂടെ അല്ലേ അതിനകത്ത് കുറുന്തളിച്ച്. അവളെ ഒറ്റയ്ക്ക് അങ്ങ് വിട്ടാൻ പറ്റൂലല്ലോ. എന്നിട്ട് രണ്ടുകൂടെ ഒരുമിച്ച് അനുഭവിക്കണം. മനസ്സിലായോ? നിങ്ങൾ രണ്ടുകൂടെ കെട്ട് ഗൈസ്. നിങ്ങൾ രണ്ടുകൂടെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പരിപാടി എല്ലാം കോംപ്ലിമെന്റ് ആവും. മനസ്സിലായോ? ബിഗ് ബോസ് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ നീ അവളെ കെട്ടണം.
പരിപാടി അവിടെ തീരും. നീ കുറച്ചു മുമ്പ് പറയുന്നുണ്ടായിരുന്നല്ലോ നാട്ടുകാരും വീട്ടുകാരും ലോകം വരെ എതിർത്ത് നിന്നാലും ഞാൻ അവിടെ കൂടെ നിൽക്കുമെന്നൊക്കെ. നീ ലോകത്തെ ഒന്നും എതിർക്കാൻ നിൽക്കൊന്നും വേണ്ട, കുടുംബക്കാരെയും സമുദായത്തിനെ എതിർത്താൽ മതി. നിങ്ങൾ നല്ല രീതിയിൽ ഒരു കുടുംബജീവിതം നയിച്ചു പോവാം. ജാസ്മിൻ ആണെങ്കിൽ നിന്നേക്കാളും വലിയൊരു ചക്കര ഇനി കേരളത്തിൽ കിട്ടാനില്ല, മനസ്സിലായ? അന്നേരം നീ അവളെ കെട്ടടാ, കെട്ടുന്നതായിരിക്കും സൂപ്പർ. ജാസ്മിൻ ഗബ്രിയെ കെട്ടണമെന്നുള്ളവർ താഴെ കമന്റ് ചെയ്യൂ ഗൈസ്. മലയാളത്തിൽ തന്നെ വൺ ഓഫ് ദ മെയിൻ ചാനൽസിൽ ഒരു ചാനൽ ഷോയിൽ നടന്നിട്ടുള്ള ഒരു സ്കിറ്റ് ഞാൻ കണ്ടിരുന്നു. അത് പേഴ്സണലി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സ്കിറ്റ് ആയിരുന്നു ആ ഷോയിൽ നടന്നിട്ടുള്ള സ്കിറ്റ്. കാരണം ആ സ്കിറ്റ് ഞാനും കണ്ടായിരുന്നു. ഇല്ല മഴവിൽ മനോരമയ്ക്കകത്ത് ലവന്മാരെടുത്തിട്ട് ഊക്ക് എന്റെ പൊന്നോ ഇജാതി സ്കിറ്റ്. അത് കണ്ടിട്ട് തന്നെ എന്റെ തൊലി തന്നെ ഉരിഞ്ഞു. എന്നിട്ട് ഇവന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. സമ്മതിക്കണടാ ഗബ്രി, ഇതിന്റെ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്നല്ല, അല്ലാതെ തൊലിക്കട്ടെയല്ല കേട്ടാ. രണ്ടുപേരുടെ ക്യാരക്ടേഴ്സിനെ എടുത്ത് ആ ക്യാരക്ടേഴ്സിനെ ഭയങ്കരമായിട്ട് ഡിഫൈൻ ചെയ്ത് അതിലൊരു സെക്ഷൽ എലമെന്റ്, ഒരു വൾഗർ എലമെന്റ് കുറച്ചുകൂടി എക്സാജറേറ്റ് ചെയ്ത്, ഓവർ എക്സാജറേറ്റ് ചെയ്ത് കാണിച്ചു. ആ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചാ, അതിനകത്ത് സെക്ഷൽ എലമെന്റ് ഓവർ എക്സാജുറേറ്റ് ചെയ്ത് കാണിച്ച്. അതിനകത്ത് സെക്ഷൽ എലമെന്റ് ഉണ്ടായിട്ടല്ലേ എക്സാജുറേറ്റ് ചെയ്ത് കാണിച്ചത്. അല്ലെ നീ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് അവന്മാർ എക്സാജുറേറ്റ് ചെയ്ത് കാണിച്ചത്. അവന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടേ. യവൻ തന്നെ വന്നിരുന്ന് ഇവരുള്ള കുഴി തോണ്ടി തരുവാണല്ലോ ഗൈസ്. പക്ഷെ കുഴപ്പമില്ല, കാരണം കേക്കിന് ടേസ്റ്റ് ഉണ്ടെങ്കിൽ എവറിബഡി വിൽ വാണ്ട് എ പീസ് ഓഫ് ദാറ്റ് കേക്ക്. എല്ലാവർക്കും അത് കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും. വിറ്റുപോണ കോണ്ടന്റ് എല്ലാവരും വിൽക്കട്ടെ, നല്ല കാര്യം. ഏത് കേക്കടാ? ടേസ്റ്റുള്ള കേക്കാ. നിന്റെ അവൻ്റെ അവിടെയും കൂടെ ബന്ധവാ. ഇവിടെ പീസ് ഓഫ് തീട്ടോ എന്ന് പറഞ്ഞ അതിനകത്തിരിക്കുന്ന പുഴു വന്നിട്ട് ചെവുക്കല്ലടിച്ച് പൊട്ടിക്കും. അമ്മാതിരി ആക്ഷേപമായി പോവും ആ തീട്ടത്തിന് വരെ. അന്നേരം നീ കേക്കൊന്നും നിന്റെ അവിടെ റിലേഷൻഷിപ്പിന് ഊമിച്ചൊക്കെയല്ലേ പൊന്നെ. പീസ് ഓഫ് കേക്ക്. വിവാഹം മുടങ്ങിയെന്നുള്ള ആരോപണങ്ങൾ വരുന്നു. ഇതൊക്കെ ഇതിന് പിന്നാലെ വന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തോന്നിയിരുന്നോ ഇത്രമാത്രം വേണ്ടിയിരുന്നില്ല, ഒരു കുറ്റബോധം തോന്നിയിരുന്നോ? ജാസ്മിനെ അടക്കം തന്റെ അടുത്ത സുഹൃത്തിനടക്കം ഇത്രമാത്രം വിമർശനങ്ങളിലേക്ക് തള്ളിവിട്ടത് നിങ്ങളുടെ ഒരു സൗഹൃദം കൊണ്ടാണ്, ഒരു കോംബോ കൊണ്ടാണ്. അപ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് ഏതെങ്കിലും ഒരു നിമിഷം തോന്നിയിരുന്നോ ഗബ്രിക്ക്? ഒരിക്കലുമില്ല. ഉണക്കമീൻ ഉണ്ടാകുമ്പോഴും തിന്നുമ്പോഴും നാട് മൊത്തം നാറിയാലും തിന്നുന്നവർക്ക് നല്ല രുചിയായിരിക്കും. അതാണ് നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ കണ്ടത്. നാട് മൊത്തം നാറി, ആ വീട്ടുകാരും നാറി. യവനും ജാസ്മിനും നല്ല ടേസ്റ്റ് ആയിരുന്നു, ഇരുന്നങ്ങ് തിന്നുകൊടുത്ത്. ജാസ്മിൻ പിന്നെ ഫോട്ടോ വെച്ച് സംസാരിക്കുന്ന കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അത് എന്നോട് സംസാരിക്കുന്നതാണ്. പ്രേക്ഷകരുടെ വോട്ട് കിട്ടാനോ അല്ലെങ്കിൽ പ്രേക്ഷകരെ മാനിപ്പുലേറ്റ് ചെയ്യാനോ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമല്ല. ഉറപ്പിക്കാവോ? ഞാൻ ഒരു വീഡിയോ കൂടെ കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് ഉറപ്പിക്കാം. കിട്ടിയോ? അവള് ക്യാമറയോടാ ചോദിച്ചത്. നിന്റെ ഫോട്ടോ വെച്ച് സംസാരിച്ചിട്ട് അവള് നേരെ ക്യാമറയുടെ നോക്കിയിട്ട് ചോദിക്കുന്നു കിട്ടിയോന്ന്. എടാ നീ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കടാ. നിന്നെ ഫോട്ടോ വെച്ച് അവള് മുതലെടുക്കുവാടാ ഊവേ. അവള് കണ്ടന്റ് ഉണ്ടാക്കുവാടാ പൊട്ടക്കുണാപ്പ. അവൻ ഫോട്ടോ വെച്ച് അവളോട് സംസാരിക്കുവാണത്രേ. എൻ്റെ പൊന്നി ചപ്രി, നീ വെറും വിവരമില്ലാത്തവനായി പോയല്ലോടാ മോനെ. നീ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നീ പോയ ദിവസം അന്ന് ജിൻഡോ എടുത്ത് വഴക്കിടുന്നതിന് തൊട്ട് മുമ്പ് ജാസ്മിൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഗബ്രി തിരിച്ചു വന്നിട്ട് എനിക്ക് അടുത്ത ആഴ്ച വീട്ടിൽ പോകാനുള്ളയാ. ഇപ്പം അടുത്ത ആഴ്ച കഴിഞ്ഞ് അവളവിടെ സുഖമായിട്ട് ഗെയിമൊക്കെ കളിച്ചിട്ട് സൂപ്പറായിട്ടിരിക്കുന്നു. നീ പാരായടേ. ഇതൊക്കെ കണ്ടന്റടാ. ഈ പൊട്ടക്കുണാപ്പൻ ഇത് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടും. അത് മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുവാണ്. ഇതൊക്കെയായിരുന്നു ഗൈസ് ഇവൻ്റെ ഇന്റർവ്യൂ. ഞാൻ കൂടുതൽ ഇതിനെ പറ്റിയൊന്നും പറയുന്നില്ല. അപ്പം നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതിനെപ്പറ്റിയുള്ള കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. അങ്കമാലിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്കൊന്ന് അറിയണം അങ്കമാലി അമേരിക്ക ആയത് എപ്പോഴാണെന്ന്. അപ്പം ശരി ഗൈസ്, ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, എല്ലാം ഗുഡ് ഈവനിങ്.